ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പെസഹ കാലം 2-ാം വാരം തിങ്കൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഇന്ന് മറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാളാണ്. സുവിശേഷത്തിൽ നാം കാണുന്നത് ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് അഭിവാദനം ചെയ്തുകൊണ്ട് ആ മംഗളവാർത്ത മറിയത്തെ അറിയിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അതിനുശേഷം ദൈവദൂതൻ മറിയത്തിന് 5 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അങ്ങനെ ഇതെല്ലാം ശ്രവിച്ചതിന് ശേഷം മറിയം നൽകുന്ന മറുപടി വളരെ മനോഹരമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, വിശ്വാസമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്ന്. മറിയം ദൈവത്തിനു മുമ്പിൽ സമ്മതം നൽകുമ്പോൾ ഭാവിയിൽ തനിക്ക് വരാനിരിക്കുന്ന ആ വലിയ ആപത്തുകളെക്കുറിച്ചൊന്നും ആ നിമിഷം ഓർത്ത് വ്യാകുലപ്പെടുന്നില്ല. മറിച്ച് ദൈവദൂതന് മുമ്പിൽ എടുത്തുചാടി പറയുകയായിരുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. കാരണം ദൈവത്തിൽ അത്ര വലിയ വിശ്വാസമാണ് മറിയത്തിന് ഉണ്ടായിരുന്നത്. വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന യഹൂദ നിയമം നിലവിൽ നിൽക്കെ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ മറിയത്തിന് സാധിച്ചു. രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: മറിയം മാലാഖയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തെയും സന്തോഷത്തെയും ഗർഭം ധരിച്ചുവെന്ന്. പിന്നീട് നാം കാണുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ് ആ വിശ്വാസദാഹി തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ ഗർഭം ധരിക്കുന്നത്. മറ്റൊരിടവും തനിക്ക് കിട്ടാതെ പോയതിൽ മറിയത്തിന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാം ദൈവ തിരുമനസ്സാണ് എന്ന് വിശ്വസിച്ച് സഹിച്ചു. പിന്നീട് വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും നീണ്ട ഒരു യാത്രയാണ് നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സഹനങ്ങൾ എത്രമാത്രം മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ അത്രമാത്രം വിശ്വാസത്തിൻ്റെ വേരുകൾ മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. വിശ്വാസവർഷത്തിൽ ദമ്പതികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു: കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ മക്കളെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ദമ്പതികൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് പകരുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ച വിശ്വാസം പങ്കുവെക്കപ്പെടാനുള്ളതാണ്. പങ്കുവെക്കപ്പെടാത്ത വിശ്വാസം ശീതീകരിച്ച് സൂക്ഷിച്ച ഒരു മൃതശരീരത്തിന് തുല്യമത്രേ എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ച വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മതേതര രാജ്യമെന്നിരിക്കലും ഭാരതത്തിൽ ഇന്ന് മത തീവ്രവാദത്തിൻ്റെ പുതിയ മുഖങ്ങൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപായങ്ങളുടെ കരിനിഴൽ പടരുമ്പോൾ മറവ് തേടി പോകാതെ വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ധീരതയോടെ നടന്നു നീങ്ങുവാനായിട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും സാധിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം നമുക്ക് നൽകുന്ന വ്യക്തിപരമായ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് മറിയത്തെപ്പോലെ ദൈവത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമുക്കും കഴിയണം. അതാണ് മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം. എല്ലാവർക്കും പരിശുദ്ധ മറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു.
ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.